ത്യാഗപൂർണ്ണ ജീവിതത്തിന്റെ സന്ദേശങ്ങളുമായി ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും വിവിധ കേന്ദ്രങ്ങളിലും ഈദ് നമസ്കാരവും ഈദ്ഗാഹുകളും സംഘടിപ്പിച്ചു. ഇബ്രാഹിം നബിയുടെ ത്യാഗപൂർണമായ ജീവിതത്തിന്റെ ഓർമ്മകളുടെ പുനർസമർപ്പണമാണ് ബലിപെരുന്നാൾ ആഘോഷങ്ങളിലൂടെ വിശ്വാസികൾ നിർവഹിക്കുന്നതെന്ന് കാഞ്ഞങ്ങാട് ഹിറ മസ്ജിദ് ഖത്തീബ് നാസർ ചെറുകര പറഞ്ഞു. ബഹളമയമായ ആഘോഷങ്ങളല്ല, ഭക്തിയിൽ അധിഷ്ഠിതവും അർത്ഥപൂർണവുമായ സമർപ്പണമാണ് ബലിപെരുന്നാളിന്റെ കാതലെന്നും കോട്ടച്ചേരി ഹിറ മസ്ജിദിൽ നടന്ന ബലിപെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ശേഷമുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു. വൃത്തിയുള്ള കിട്ടാവുന്നതിൽ സാധിക്കുന്നതിൽ ഏറ്റവും നല്ല പുതുവസ്ത്രം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബുവത്ത് കുറച്ച് അടുത്തിരുന്നു. സ്പേസിന് വേണ്ടല്ലോ, സഫിന്റെ സ്പേസിന് വേണ്ടല്ലോ, അതുകൊണ്ട് പരമാവധി അടുത്തിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബുവത്ത് ഏറ്റെടുത്തിട്ട് അല്ലാഹു തആല പറയുന്ന ആദ്യത്തെ വർത്തമാനങ്ങളിൽ ഒന്ന് കാരണം ജീവിതത്തിലെ നന്മയുടെ, വെളുപ്പിന്റെ, വൃത്തിയുടെ ഒക്കെ അടയാളം ആദ്യം പ്രകടമായി മറ്റൊരാൾക്ക് കാണാൻ കഴിയുന്ന സ്ഥലം കുപ്പായമാണ്. അതുകൊണ്ട് പെരുന്നാൾക്ക് നമുക്ക് നൽകാനുള്ള നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഉള്ളതിൽ മുന്തിയത് ഉള്ളതിൽ വെളുപ്പോടെ വൃത്തിയോടുകൂടി, അതുപോലെ സുഗന്ധം പൂശി, ദുർഗന്ധത്തെ അകറ്റുവാനാണ് സുഗന്ധം. നല്ല ഗന്ധം, നല്ല വൃത്തി, നല്ല വെളുപ്പ്. അവിടെ നിന്നാണല്ലോ ഒരു മനുഷ്യന്റെ മാന്യത ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാന്യന്മാരല്ലാത്ത ആളുകളും മറ്റുള്ളവരെ മാന്യരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനെങ്കിലും വേണ്ടി നല്ല കുപ്പായം ഇടുന്നത് മനുഷ്യരിൽ പതിവാണ്. ദൈവകൽപ്പന പ്രകാരം മകൻ ഇസ്മായിലിനെ ബലി നൽകാൻ സന്നദ്ധത കാട്ടിയ ഇബ്രാഹിം നബിയോട് പകരം മൃഗത്തെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ട പ്രകാരം മൃഗത്തെ ബലിയർപ്പിക്കാൻ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് മൃഗത്തെ ബലിയർപ്പിക്കുകയായിരുന്നു. ഈ ത്യാഗത്തെയും സമർപ്പണത്തിനെയും അടയാളപ്പെടുത്തുന്നതായാണ് പെരുന്നാളിന്റെ ഭാഗമായ ബലികർമ്മമെന്ന് നാസർ കൂട്ടിച്ചേർത്തു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശം വിളംബരം ചെയ്യുന്ന ബലിപെരുന്നാൾ അത്യാഹ്ലാദപൂർവ്വമാണ് നാടെങ്ങും ആഘോഷിച്ചത്. നമസ്കാരത്തിന് ശേഷം പരസ്പരം ആശ്ലേഷിച്ചും ബന്ധങ്ങൾ പുതുക്കിയുമാണ് വിശ്വാസികൾ പിരിഞ്ഞത്. കോട്ടച്ചേരി ബദിരിയ മസ്ജിദിൽ അബ്ദുൽ റഹ്മാൻ അസ്ഹരിയും, ഹോസ്ദുർഗ് ടൗൺ ജുമാ മസ്ജിദിൽ OP അബ്ദുള്ള സഖാഫിയും, അതിഞ്ഞാൽ ജുമാ മസ്ജിദിൽ TT അബ്ദുൽ ഖാദർ അസ്ഹരിയും, പാറപ്പള്ളി ജുമാ മസ്ജിദിൽ മുനീർ ഫൈസിയും, മാണിക്കോത്ത് ജുമാ മസ്ജിദിൽ ഹുസൈൻ ഫൈസിയും, അജാനൂർ കടപ്പുറം ജുമാ മസ്ജിദിൽ അബ്ദുൽ റഹ്മാൻ ദാരിമിയും, തെക്കേപ്പള്ളി ജുമാ മസ്ജിദിൽ മുഹമ്മദ് ഇർഷാദ് സഖാഫിയും, ഇക്ബാൽ നഗർ ജുമാ മസ്ജിദിൽ ഷംസുദ്ദീൻ സഅദിയും, നോർത്ത് ചിത്താരി ജുമാ മസ്ജിദിൽ ഷംസീർ ഫൈസിയും, കുശാൽ നഗർ ജുമാ മസ്ജിദിൽ അബ്ദുൽ അസീസ് അഷ്റഫിയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.